ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മലമ്പുഴ ഡാമിനകത്താണ്. ഡാമിനകത്ത് പല വഴിയിൽ കൂടി നമ്മൾക്ക് ഡാമിനകത്തേക്ക് ഇറങ്ങി ചെല്ലാം. ഇപ്പോൾ വളരെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പല വഴിയിൽ കൂടി നമ്മൾക്ക് ഈ ഡാമിനകത്ത് എത്താൻ പറ്റും. ഈ കാണുന്ന മരക്കൂടിനകത്തടക്കം വാഹനങ്ങൾ നിൽക്കുന്നുണ്ട്. ആ കാണുന്ന മരക്കൂടിനകത്തടക്കം വാഹനങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പല ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്തെന്നാണെങ്കിലും വിശാലമായൊരു സ്ഥലം കൂടിയാണ്. ഇവിടെയൊക്കെ വന്ന് ഭക്ഷണമൊക്കെ പാർസൽ പാകം ചെയ്തുകൊണ്ടുവന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് വിശാലമായി കഴിച്ച് അടിച്ച് പൊളിച്ച് പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾക്ക് എൻട്രി ഫീസ് വരുന്നില്ല. ഇതിനകത്തേക്ക് ഓൾറെഡി അലോഡല്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ ടൂറിസ്റ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് തിരിച്ചു പോവാം. അല്ലാതെ ഒരുപാട് സാഹസികം പല വണ്ടികൾ കൊണ്ടുവന്ന് നമ്മൾക്ക് ഇവിടെ സാഹസികം കാണിക്കാൻ ഒരിക്കലും പറ്റില്ല. അതിന് അനുമതിയില്ല. ഓൾറെഡി ഇതിനകത്തേക്ക് നമുക്ക് അലോഡല്ല. പിന്നെ ഈ വെള്ളം കുറഞ്ഞു കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വന്ന് കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോവാം. ഇപ്പോൾ ഒന്നാമത് ക്ലൈമറ്റ് വളരെ ചൂടില്ല, നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റും കൂടിയാണ്. എത്ര മനോഹരമാണ് ഈ സ്ഥലം. ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ തന്നെ എത്ര ഡീസൻ്റ്, എത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നോക്കിയ സുഹൃത്തുക്കളെ, ആ നിൽക്കുന്നത് ഒരു കാറാണ്. ഡാമിനകത്താണ് ഈ വണ്ടി നിൽക്കുന്നത്. കണ്ടോ എന്ത് രസമാണ് നോക്കിയേ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലങ്ങളെല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് പോവുക. ഇത് പാലക്കാട് ടൗണിൽ നിന്നും 10 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിലെത്താൻ പറ്റും. എത്ര വിശാലമായി കിടക്കുന്നൊരു സ്ഥലമാണ്. ഓക്കെ, ബായ് സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോയിൽ കാണാം.